ശ്രീ കാരായി രാജൻ. സർ, PSC നിയമനത്തിനുള്ള പ്രായപരിധി ഉയർത്തിയ സാഹചര്യത്തിൽ ദേവസ്വം റിക്രൂട്ട്മെൻറ്റ് ബോർഡ് വഴിയുള്ള നിയമനത്തിൻ്റെ പ്രായം ഉയർത്തുന്നത് പരിഗണിക്കാൻ സാധിക്കുമോ? അതോടൊപ്പം വിവിധ ദേവസ്വങ്ങളുടെ കീഴിലുള്ള ജീവനക്കാരുടെ വേതന സേവന വ്യവസ്ഥകൾ വ്യത്യസ്തമാണ്. ഇവ ഏകീകരിക്കാൻ സാധ്യതയുണ്ടോ? യെസ് മിനിസ്റ്റർ. സർ, ഇതിൽ ഈ ദേവസ്വം ബോർഡുകളുടെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട അംഗത്തിനറിയാം, ഈ മലബാർ ദേവസ്വം ബോർഡിൽ മാത്രമാണ് ഒരു വളരെ സാമ്പത്തിക പ്രയാസമുള്ളൊരു ദേവസ്വം ബോർഡെന്ന് പറയുന്നത്. കാരണം അതിലുള്ള ഓരോ ക്ഷേത്രങ്ങളും സ്വതന്ത്ര യൂണിറ്റുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവരവരുടെ ആ ക്ഷേത്രങ്ങളുടെ വരുമാനം, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മറ്റേ കൊട്ടിയൂർ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൻ്റെ വരുമാനം അവരുടെ സെപ്പറേറ്റ് അക്കൗണ്ടിലാണുള്ളത്. നേരെ മറിച്ച് തിരുവിതാംകൂറിൽ അങ്ങനെയല്ല. 1250ഓളം ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുണ്ട്. അത് പൂർണ്ണമായിട്ട് ഈ ശബരിമലയുടെ വരുമാനം കൊണ്ട് ദേവസ്വം ബോർഡിൽ നേരിട്ടാണ് അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത്. കൊച്ചിയിൽ അത് തന്നെയാണ് സ്ഥിതി. പക്ഷേ മലബാറിൽ മാത്രം പഴയ ആക്ട് അനുസരിച്ചാണ്, പണ്ടത്തെ ഹിന്ദു റിലീജിയസ് ആക്ട് അനുസരിച്ചാണ്. കാരണം മലബാർ മുമ്പ് നമ്മുടെ തിരുവിതാംകൂറിൻ്റെ കൊച്ചിയുടെ ഭാഗമായിരുന്നില്ല, അത് മദിരാശിയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ട് ആ ആക്ട് അനുസരിച്ചായിരുന്നു കാര്യങ്ങൾ നടത്തിയിരുന്നത്. പക്ഷേ നിരന്തരമായി കേരള ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഇടപെടുകയും മലബാർ ദേവസ്വം ബോർഡ് വേണം എന്ന് നിർബന്ധം പറയുകയും ചെയ്തപ്പോഴാണ് മലബാർ ദേവസ്വം ബോർഡ് രൂപീകരിച്ചത്. പക്ഷേ വളരെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോഴത്തെ ചുമതല എന്ന് പറയുന്നത് അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക മാത്രമാണ്. ബാക്കിയെല്ലാം ഓരോ അമ്പലത്തിലെയും സ്വതന്ത്ര യൂണിറ്റുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ നിർദ്ദേശം പൊതുവായിട്ട് വന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഒരുപാട് വർഷങ്ങളായി. പക്ഷേ കേരളത്തിൽ മാത്രം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നുള്ളതിന് പകരം ഏകീകൃത ദേവസ്വം ബോർഡ് വേണമെന്നതിന് നിർദ്ദേശമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ അത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമായതുകൊണ്ട് അതിലേക്ക് സർക്കാർ കടന്നിട്ടില്ല.